റീസെൻ്റ്ലി ഇയറിംഗ് സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ട ഒരു കമൻറ്റ് ആണ് ജ്വല്ലറി ബോക്സ് ഉണ്ടാക്കുമോ എന്നുള്ളത്. ജ്വല്ലറി ബോക്സ് മാത്രം ആക്കണ്ട, ജ്വല്ലറി ബോക്സ് പ്ലസ് ഓർഗനൈസർ പ്ലസ് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ടാക്കുക. ഇങ്ങനത്തെ ഒരു കാർഡ് ബോർഡ് എടുക്കുന്നുണ്ട്. അതിനെ എന്നിട്ട് മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ പേപ്പർ കട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതൊന്ന് മടക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് മാറ്റണ്ട, ജസ്റ്റ് ഇങ്ങനെ മടക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ടിട്ട് കൊടുക്കുക. പിന്നെ വേറൊരു കട്ടിയുള്ള പേപ്പർ എടുത്തിട്ട് അതിൽ നിന്നൊരു നീളത്തിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കുക. അതിനെ നാലായിട്ട് മാർക്ക് ചെയ്തിട്ട് മടക്കി കൊടുക്കുക ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ. അതിനെ ഒന്ന് പെയിൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കുക. ഇനി നമ്മുടെ കുറച്ച് വ്യൂവേഴ്സ് പേര് പറയാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൻഹ, അൽഫ, അൻലിയ, കാർത്തിക, അനൂന, ഹാദിയ, ഷഹ്മ, ആര്യനന്ദ, അമ്മു, നിവേദ്യ, നിയ, ഫാത്തിമ ആൻഡ് റനെ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹായ് ഓൾ. ഇനി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ഞു ബോക്സ് ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിൽ ഈ രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഡെക്കറേറ്റീവ് പരിപാടികളൊക്കെയാണ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാൻ ഞാൻ 2 ഫ്ലവേഴ്സ് ഇങ്ങനെ കൂട്ടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ബോക്സിൻ്റെ എഡ്ജിലൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സെൻറ്റർ ഭാഗത്ത് ഒരു പേളും കൂടെ ഒട്ടിക്കുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു ത്രെഡും കൂടെ ഒട്ടിക്കുന്നുണ്ട്, ആ ഒരു ലോക്കിങ്ങിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ബോക്സിൻ്റെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഓർഗനൈസർ ആക്കാം, ഗിഫ്റ്റ് ബോക്സ് ആക്കാം, ഇനി ജ്വല്ലറി സെറ്റ് വെച്ചാൽ ജ്വല്ലറി ബോക്സും ആക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ടൈമാണ്. അപ്പോൾ ഇങ്ങനത്തെ യൂസ്ഫുൾ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പാരൻസിനെ ഇംപ്രസ് ചെയ്യാം. അപ്പോൾ ഓക്കെ.